തില്ലങ്കേരി പോലൊരു മഹാപ്രസ്ഥാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തെ പൊതുസമൂഹത്തിന് മുന്നിലും മാധ്യമത്തിന് മുന്നിലും ഈ സംസ്ഥാനത്താകെ ഒരുതരം കൊട്ടേഷൻ ക്രിമിനൽ സംഘങ്ങളുടെ താവളം പോലെ അധിക്ഷേപിക്കാൻ, നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമം എന്ന പോലെ മാധ്യമങ്ങൾ കൊത്തിവലിക്കുമ്പോ ഇവിടെ ഇരുന്നിട്ട് പട്ടിയുടെ കാലിന്റെ ചുവട്ടിലിരുന്നിട്ട് അവൻ രോമാഞ്ചം കൊള്ളുകയാണ്. ഈ മഹാപ്രസ്ഥാനത്തെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും അതിന് തുല്യമായ ഒരു മാധ്യമപ്പട ഈ കണ്ണൂരിലും കേരളത്തിലുമുണ്ട്. നീചന്മാർ, നികൃഷ്ട ജീവികൾ. ഭാവിയിൽ ഒരു മാധ്യമ വിദ്യാർത്ഥികൾ, ജേർണലിസ്റ്റുകൾ, നിങ്ങൾ ഏത് തലമുറയെ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകർ അനുകരിച്ചുകൂടാ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ കാലത്തെ മാധ്യമ പ്രവർത്തകരായിരിക്കും. എന്തുകൊണ്ടെന്നറിയോ? ഇവൻ ഈ കൊട്ടേഷൻ സംഘങ്ങൾക്ക് എപ്പോഴും സംസ്ഥാന തലത്തിൽ പരസ്യം ആവശ്യമാണ്. ഏഷ്യാനെറ്റിൽ 1 മണിക്കൂർ 2 മണിക്കൂറും പരസ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 5 കോടി രൂപ ആവില്ല. ഇവൻ ഏതെങ്കിലും മൂലക്ക് ഇരുന്നിട്ട് ഫേസ്ബുക്കിനകത്ത് ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഇവർ സ്റ്റേറ്റ് വാർത്ത കണ്ണൂരിലുണ്ട്. ഒരു ഏഷ്യാനെറ്റിന്റെ ഒരു കൊടും ക്രിമിനൽ മാധ്യമ പ്രവർത്തകനായി വന്നിട്ട് അവൻ കുതിക്കും ഇവിടത്തേക്ക് ഇന്റർവ്യൂ കൊടുക്കാൻ. ആരാ? മഹാനല്ലേ? ഇവന്റെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അവൻ കുതിക്കുകയാണ്. സംസ്ഥാനത്ത് ഏഷ്യാനെറ്റ് നിർദ്ദേശം കൊടുക്കുക, അവനൊന്ന് ഇന്റർവ്യൂവിന് സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റുമോ? ഞങ്ങൾ ഒന്നും അറിയുന്നില്ല എന്നാ കരുതുന്നത്. എന്താ 3 ദിവസം മുന്നേ ഏഷ്യാനെറ്റും മറ്റും തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ഇവർക്ക്, കണ്ണൂരിലെ മാധ്യമ പ്രവർത്തകർക്ക് ഈ വിഷയം കത്തിച്ചു നിർത്തണം, ഈ വിഷയം അങ്ങനെ പോകരുത്, അതിന് കിട്ടുന്നത് എന്ത്? അത് എനിക്കെതിരെങ്കിൽ എനിക്കെതിരെ, ഇനി ജയനാട്ടെതിരെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടോ? എപ്പോ ഏതെങ്കിലും കാലത്ത് ഒന്ന് സംസാരിച്ചു നിന്ന ഒരു ഫോട്ടോ ഉണ്ടോ? ചിത്രമുണ്ടോ? പൊതുയോഗമുണ്ടോ? എന്തെങ്കിലും ഒന്നും ഉണ്ടോ? അത് കിട്ടിയാൽ മതി. ഒരു പുകമറ സൃഷ്ടിക്കാൻ അത്രയല്ലേ വേണ്ടൂ? ആ ഒരു ദിവസം നാളെ ഇതിനെ സംബന്ധിച്ച് വല്ല ചോദ്യമുണ്ടോ? എന്നോട് ഏഷ്യാനെറ്റിന്റെ മാധ്യമ പ്രവർത്തകരുടെ ട്രോഫി കൊടുത്തല്ലോ, അന്ന് രാത്രി പോയി കടന്നുറങ്ങി. രാത്രി 12:30 വിളിച്ചു. 12:30 ഉറക്കത്തിലായിരുന്നു. അൻവീറിന്റെ കല്യാണത്തിന് പോകേണ്ടതുകൊണ്ട് ട്രെയിൻ 2 മണിക്കായതുകൊണ്ട് നേരത്തെ ഉറങ്ങിയിരുന്നു. ഉറങ്ങിയപ്പോൾ മാധ്യമ പ്രവർത്തകനോട് ഞാൻ ഉറക്കത്തിൽ എന്നോട് ചോദിക്കുകയാണ്, അല്ല ആ ട്രോഫിയെ സംബന്ധിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഞാൻ ഉറക്കത്തിലാണ്, ഞാൻ ശ്രദ്ധിച്ചിട്ട് നാളെ പറയാം, അടുത്ത ദിവസം രാവിലെ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരാൾ രാത്രി 12:30 വിളിക്കുവോ? എന്നിട്ട് അന്ന് ഞങ്ങള് പറഞ്ഞത് വിശ്വസിക്കാതെ ഇപ്പൊ സ്ക്രീൻഷോട്ടൊക്കെ പുറത്തു വന്നു. ഇതേ ക്രിമിനൽ തന്നെയാണ് പ്രചരിപ്പിച്ചത്. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമുറപ്പിച്ചു, അവൻ പൊട്ടു. എന്നിട്ട് ഇതേ ഏഷ്യാനെറ്റുകാരൻ എന്നെ വിളിച്ചിട്ട് 2 ദിവസം മുന്നേ പറയുക, ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി, അത് നിങ്ങളെ കൊടുക്കാൻ നോക്കിയതാണ്, അന്ന് അവർ തോന്നിയിട്ടില്ല. എന്നിട്ട് ഇപ്പൊ അത് ഉപയോഗപ്പെടുത്തി നിങ്ങളൊരു ബൈറ്റ് തരുവോ? ഞാൻ പറഞ്ഞു, CPIM ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, പാർട്ടി നിലപാട്, DYFI ജില്ലാ കമ്മിറ്റി പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നുമില്ല. രാവിലെ 10 മണിക്ക് വിളിച്ചു, 8:30 വിളിച്ചു, ഇത് പറഞ്ഞു. 2:30 വിളിച്ചു, ഇത് പറഞ്ഞു. 5 മണിക്ക് വിളിച്ചു, ഇത് തന്നെ പറഞ്ഞു. പിന്നീട് 7:15 വിളിച്ചിട്ട് പറയുകയാണ്, അല്ല എന്തെങ്കിലും ഒന്ന് പറയാം, കാരണം നാളത്തേക്ക് വാർത്ത കൊടുക്കാനില്ല. എന്ത് പറഞ്ഞാലും വാർത്തയാവും. നിങ്ങൾ നോക്കിയേ, എത്രത്തോളം അല്പന്മാരാണ്. ഈ നാട് നേറുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് ഇന്ന് വരെ സംസ്ഥാനാടിസ്ഥാനത്തിൽ ചർച്ചയാകുന്ന ഒരു വാർത്തയാകാൻ വേണ്ടിയിട്ട് തില്ലങ്കേരി ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഈ തില്ലങ്കേരിയുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാടുവാഴിത്തവസ്ഥക്കെതിരായ പോരാട്ടം, ആ പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ധീരരായ 12 സഖാക്കളുടെ ആ രക്തസാക്ഷിത്വം കൊണ്ട് ചുവന്ന മണ്ണാണ് തില്ലങ്കേരി. ആ തില്ലങ്കേരിയുടെ സ്ഥലനാമത്തെ കൊട്ടേഷൻ പ്രവർത്തനത്തിനോ കള്ളക്കടത്തിനോ ബ്രാൻഡ് നെയിമായി ഉപയോഗിക്കാൻ മുന്നോട്ട് വരികയാണെങ്കിൽ പ്രിയപ്പെട്ട സഖാക്കളെ, തില്ലങ്കേരിയിലെ ഈ മഹാപ്രസ്ഥാനം പ്രഖ്യാപിക്കുന്നു, ഇനി തില്ലങ്കേരിയുടെ പേരിൽ ഒരു കൊടും ക്രിമിനലും അറിയപ്പെടില്ല. നിന്റെ തലയിൽ ഇനി ഒരു ചുവപ്പും കെട്ടില്ല. ഏതെങ്കിലും സോഷ്യൽ മീഡിയക്കകത്ത് നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി എഴുതണ്ട. ഇതിപ്പോ എഴുതുകയാ. ഇന്നലെ എഴുതി, ഞങ്ങൾ പാർട്ടിക്കെതിരല്ല, നിങ്ങൾ പാർട്ടിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നത്? ഉളുപ്പ് വേണം. പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞു ഉളുപ്പ് വേണം. ഇന്നലെയും പറയുക, ഞങ്ങൾ പാർട്ടിക്കെതിരല്ല, നിങ്ങളുടെ ഈ പാർട്ടിക്ക് ഇന്ന് വേണ്ട, കൊടും ക്രിമിനൽ സംഘത്തിന് ഈ പാർട്ടിക്ക് ഇന്ന് വേണ്ട. നാടിൽ ഈ പ്രസ്ഥാനത്തെ വെട്ടിക്കീറാൻ, ഇല്ലാതാക്കാൻ RSSും കൊടും ക്രിമിനൽ സംഘവും വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഈ പ്രസ്ഥാനത്തിൽ ആണുങ്ങളുണ്ട്. നിങ്ങളെപ്പോലെ ക്രിമിനൽസിനെ വേണ്ട. അതിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? അതിന്റെ ആവശ്യമില്ല. ഇനി ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ അറിയപ്പെടണ്ട. ഏതെങ്കിലും ഒരു DYFI പ്രവർത്തകൻ ഒരു കമ്മിറ്റിക്കകത്ത് കൊട്ടേഷൻ സംഘത്തിനെതിരെ പ്രസംഗിച്ചു എന്നറിഞ്ഞാൽ അവന്റെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് അമ്മയോട് പോയിട്ട് പറയും, ഞങ്ങളുടെ ചീറിപ്പായുന്ന വാഹനത്തിന്റെ മുന്നിൽ അവന്റെ ബൈക്ക് പെടും. നിന്റെ ഭീഷണി, പറക്കുന്ന ഭീഷണിക്ക് നിന്നോ നിന്റെ ഞാഞ്ഞൂല്? എടോ, സോഷ്യൽ മീഡിയക്കകത്ത് ഇങ്ങനെ തലവെക്കുമ്പോൾ നിങ്ങളാണെല്ലാം എന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ തൃണമാണ്, തൃണം.
തില്ലങ്കേരിയിലോ ഈ പ്രദേശത്തെയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയോ ഡിവൈഎഫ്ഐയുടെയോ ഏതെങ്കിലും ഒരു പ്രവർത്തകർക്ക് നേരെ ഇനി ഒരു ശബ്ദം ഉയർന്നാൽ എന്തേ പ്രസ്ഥാനമെന്ന് ഈ നാട് കാട്ടിക്കൊടുക്കുമെന്ന് ഈ മഹാസഞ്ചയത്തെ സാക്ഷ്യപ്പെടുത്തി പറയുന്നു. RSS കാപാലികർ അരിങ്കൊല നടത്തിയ ധീര രക്തസാക്ഷിയാണ് സഖാവ് വിജൂട്ടി. രക്തസാക്ഷി കുടുംബം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ഓരോ കമ്മ്യൂണിസ്റ്റുകാരന്റെ വികാരമാണ്. ആ രക്തസാക്ഷി കുടുംബത്തെ സഖാവ് വിജൂട്ടിയുടെ സഹോദരിയെപ്പോലും പച്ചയ്ക്ക് അപമാനിക്കാൻ വന്ന ആകാശെ, ഈ പ്രദേശത്തെ കൊടും ക്രിമിനൽ സംഘത്തിൽപ്പെടുന്ന കൊട്ടേഷ സംഘങ്ങളെ, നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, സഖാവ് വിജൂട്ടിയെ കൊലപ്പെടുത്തിയ RSSനേക്കാൾ ഞങ്ങൾക്ക് ഇന്ന് ശത്രു നിങ്ങളാണ്. ഇതിനപ്പുറം ഒരു പ്രഖ്യാപനമില്ല.